എല്ലാവർക്കും നമസ്കാരം. മഴക്കാലം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ദുഃഖരോഗമാണ് നമ്മൾ വളങ്കടി എന്ന് പറയുന്ന അത്ലറ്റ് ഫുഡ് അല്ലെങ്കിൽ ടീനിയ പെഡിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. അപ്പം ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യുക അല്ലെങ്കിൽ ഈ ചെളിയിൽ ഇറങ്ങി ജോലി ചെയ്യുക അങ്ങനെയുള്ള ആളുകളിലാണിത് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഡയബറ്റിക് രോഗികൾ, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം പൊതുവേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ കൃഷിപ്പണിക്കൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് ചെളിയിലും മറ്റുമൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കാല് നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വയ്ക്കുക. മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഇത്തരം അണുക്കൾ പെറ്റുപെരുകുന്നത് അല്ലെങ്കിൽ അത് വ്യാപിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രാവിലെയും വൈകുന്നേരം ഒരു അല്പം വേപ്പെണ്ണ കരളിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് ഒരു പ്രിവെൻഷൻ, ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ വേപ്പെണ്ണയിൽ നിംബിഡിൻ എന്നൊക്കെ പറയുന്ന ആൽക്കലോയിഡ് ഈ അണുക്കൾക്കെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ചെറിയ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നത് ചൊറിച്ചിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഹോം റെമഡി കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഒന്ന് മഞ്ഞളും അതുപോലെ തന്നെ ആര്യവേപ്പ് അല്ലെങ്കിൽ കൊന്നയുടെ ഇല, ഇതിലേതാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടെ കിട്ടിയാൽ നല്ലത്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരല്പം തുരിശ്, അതല്ലെങ്കിൽ ടങ്കണം എന്ന് പറയും, പൊൻകാരം, നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ചേർത്തിട്ട് നമ്മൾ 4-10 മിനിറ്റ് രാവിലെ വൈകുന്നേരം ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പക്ഷേ ഇത് ചെയ്തിട്ടും, ഇതൊരു ഹോം റെമഡി മാത്രമാണ്, ചെയ്തിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാം. അപ്പോൾ മഴക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇൻഫെക്റ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ എപ്പോഴും സേഫായിട്ടിരിക്കുക. താങ്ക് യു.